എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ സിറ്റിയിൽ വലിയൊരു മണ്ണിര വളർന്നിരിക്കുകയാണ്. ഇതിനെ കാണുന്നവർ ഉടനെ തന്നെ വിളിച്ചറിയിക്കുക. ഇത് നിങ്ങളെ കണ്ടാൽ നിങ്ങളുടെ തല മാത്രം ഇല്ലാതെ അവർ കടിച്ച് പറിച്ചിടും. അപ്പൊ സൂക്ഷിക്കുക. രാവിലെ തന്നെ ഒരു വൃത്തികെട്ട സ്വപ്നം കണ്ടിട്ടാണ് ഇറങ്ങിയ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു ജേംസോ എന്തോ വേമിൻ്റെ ഒരു സ്വപ്നം കേസ്. എന്തോ വലിയ വേം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ലോസ് ആഞ്ചലസിൽ നമ്മളുള്ളപ്പോൾ ഇവിടെ ഒരു വേമും വരില്ല കേസ്. ഇവരൊക്കെ ചുമ്മാ പറയണതാണ്. ഏതായാലും വേം വന്നിട്ടൊക്കെ പറയുന്നുണ്ട് കേസ്. ചുമ്മാതായിരിക്കും കേസ്. ഞാനതൊന്നും കേട്ട് പേടിക്കില്ല കേസ്. നമ്മളപ്പോൾ ഇതൊക്കെ ഒരു ഫാം തുടങ്ങാമെന്ന് കരുതിയാണ് കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ജസ്റ്റ് ലൈക്ക് അടിക്കുക. ഒരു സബിയ കേസ് വീട്ടിലേക്ക് കിടക്കുക. നമ്മളൊരു ഫാം തുടങ്ങാൻ ഒരു മരം വെട്ടണം, ഒരു ആക്സ് ഒക്കെ വേണം. അതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ് കേസ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ കയറാം. നമ്മൾ വണ്ടി കയറിക്കാണ് ഇരിക്കുവാണ് കേസ്. ഇനി നമുക്ക് കയറണം കേസ്. ഇപ്പോഴും നമ്മൾ കയറുവാണ് കേസ്. പുഷ്കിയ കയറിയിട്ടുണ്ട് കേസ്. അപ്പോൾ നേരെ വിടാം കേസ്. ആക്സ് വേണം നമുക്ക് വീട്ടിൽ പോയിട്ട് അന്വേഷിക്കാം. നമ്മുടെ RG സ്റ്റൂൾ തപ്പണം കേസ്. നമുക്കപ്പം ഒരു നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് RG സ്റ്റൂൾ എടുക്കാം. എന്നിട്ട് നമുക്ക് തപ്പണം കേസ്. ആക്സ് എവിടെ നിന്ന് കിട്ടുമെന്ന് സ്ഥലം കണ്ടുപിടിക്കണം. ആക്സിനെ സെർച്ച് ചെയ്യണം കേസ്. കൊടുത്തിട്ടുണ്ട് കേസ്. അപ്പം ഇതെവിടെടാ? ഗൈസ് പുതിയ ബൈക്ക് റേസിങ്ങിന് സ്ഥലം വന്നിട്ടുണ്ട് ഗൈസ്. അവിടെ അതിൻ്റെ മണ്ടയ്ക്കാണ് ബൈക്കിൻ്റെ മറ്റേ ടൂർണമെൻ്റൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ വണ്ടി കയറി പോവാം ഗൈസ്. നമുക്ക് നേരെ വിടാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം ഇച്ചിരി പാടാന്ന് തോന്നണ ഗൈസ്. കണ്ടിട്ട് നല്ല പാടാന്ന് തോന്നണേ. ഏതായാലും ഈ ഭാഗം ഞാൻ കട്ട് ചെയ്യണോ എനിക്കറിയില്ല ഗൈസ്. നമുക്ക് ഏതായാലും നോക്കാം. കട്ട് ചെയ്തില്ല ഗൈസ്. പക്ഷേ ഇത് നോക്ക് എന്ത് പാടാണ്. ഞാൻ ഇതിലെ കൂടെ ചാടിപ്പോൾ എന്ത് പാടാണ് ഗൈസ്. നമ്മുടെ ബൈക്കൊക്കെ വന്നപ്പോൾ ഇതെന്ത് പാടാണേ. എന്തോ ചെയ്യും കേസ് ഞാൻ ഇനിയും. കേസ് നമുക്കിത് ഇതെവിടെ നിന്നും കട്ട് ചെയ്യാം കേസ്. നമ്മളങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഇവിടെ ആക്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഈ സ്ഥലത്ത് ആക്സിഡൻ്റ് എന്നൊക്കെ പറയുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ല. കേസ് നമ്മളെ മോളിൽ നിന്ന് ആക്സ് തറയിലോട്ട് വീണ് കേസ് കിട്ടി. നമുക്കിനി നേരെ ഒരു സ്ഥലത്തോട്ട് പോകണം കേസ്. സ്ഥലം നിങ്ങൾ കണ്ടു നോക്കുക. നമ്മളേതായാലും ഇങ്ങോട്ട് ചുമ്മാ വണ്ടിയിൽ കയറി ഇങ്ങോട്ട് പോവുകയാണ്. നമുക്കൊരു കാനം മേടിക്കണം. നമുക്കിനി മരം വെട്ടണം. നമ്മൾ മരം വെട്ടണമായിട്ട് നമ്മുടെ സ്ഥലത്തെത്തിയിട്ട് നമുക്ക് ഇനി കിഷ്കിയ എന്ന് പറഞ്ഞ് വെട്ടണം കേസ്. ലെറ്റ്സ് ഗോ. പിന്നെയും വെട്ട്. അവിടെ ഫ്രാങ്ക്ലിൻ വെട്ടുന്നുണ്ട് കേസ്. അല്ല CJ വെട്ടുന്നുണ്ട് കേസ്. വെട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് കേസ് നമ്മുടെ ഫാം. ലെറ്റ്സ് ഗോ. ഇതാണ് കേസ് നമ്മുടെ ഫാം. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അകത്തോട്ട് കയറി കാണിക്കാം കേസ്. ഇപ്പോഴേ ചെല്ലടാ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാം. എങ്ങനെയുണ്ടെന്ന് പറയണം കേസ്. നമ്മുടെ പശുവിനൊക്കെ ഇടാനുള്ള സ്ഥലം നമ്മുടെ ലെഫ്റ്റിലുണ്ട് കേസ്. ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് കേസ് നമ്മുടെ പശുവിനെ ഇടാനുള്ള സ്ഥലം. ഇവിടെ നമുക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളും കാളാനൊക്കെ മേടിക്കണം കേസ്. ഇതാണ് സംഭവം. പിന്നെ ഒരു അപ്പൂപ്പൻ്റെ കടയിൽ പോകണം കേസ്. അപ്പോൾ അപ്പൂപ്പൻ്റെ കടയിലോട്ട് പോയിട്ട് വേണം പശുവിനെയൊക്കെ ഓർഡർ കൊടുക്കാൻ. അപ്പോൾ എല്ലാം അങ്ങോട്ട് പോകാം കേസ്. നമ്മളങ്ങനെ അപ്പൂപ്പൻ്റെ കട എത്തിയിട്ടുണ്ട്. പശുവിനെ ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഫാമിലോട്ട് പോകാം. കേസ് എനിക്ക് തൊണ്ട കയറുന്നു കേസ്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ കേസ്. പ്ലീസ് സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 300 ആണ് കേസ്. നമ്മളിപ്പം വണ്ടി ഓടിച്ച് ചെല്ലുവാണ് കേസ്. നമ്മളിത് കിളയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ഫാമിൽ ചെന്നിട്ട് കാണാം കേസ്. അപ്പോൾ നമ്മൾ കിളയ്ക്കാനുള്ള അതിഗംഭീരമായ പണികളിൽ നിൽക്കുകയാണ് കേസ്. അപ്പം ഏതായാലും നമ്മൾ വെള്ളം നിറയ്ക്കുകയാണ് കേസ്. വെള്ളം നനയ്ക്കുകയാണ് കേസ്. ഇവിടെയാണ് നമുക്ക് ചെടി. നമ്മൾ പശുവിനെ ഓൾറെഡി പുള്ളിയോട് പറഞ്ഞ് നമ്മൾ മേടിച്ചായിരുന്നു കേസ്. നിങ്ങളോട് പറയാൻ വിട്ടുപോയി. ഏതായാലും നമ്മളവിടെ ചെടിക്ക് വെള്ളം നനയ്ക്കുക. വെള്ളം ഒഴിച്ചിട്ട് വേണം കേസ് ചെടി നടാൻ. നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇടുവാനായിട്ടുള്ള പരിപാടിയാണ് കേസ്. വെള്ളം ഒഴിച്ചിട്ട് വേണം ചെടി നടാൻ. അവിടെയും കൂടെ നടാനുണ്ട് കേസ്. അപ്പം അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ്. അങ്ങനെ നമ്മൾ ചെടി നടാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ ചെടി കൊണ്ട് ഇടുന്നുണ്ട്. ടൊമാറ്റോ ആണ് അവിടെ നടന്നത്. നടുക്ക് ടൊമാറ്റോ, മറ്റടത്ത് വേറെ എന്തോ. അപ്പോൾ നമ്മുടെ ചെടിയെല്ലാം കിളുത്തു. പിറ്റേ ദിവസമായപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പം കുറച്ച് കിളുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ട്രാക്ടർ എടുക്കണം കേസ്. നമ്മൾ ഷോറൂമിൽ വന്നിട്ടുണ്ട് ട്രാക്ടർ വെക്കാനായിട്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ട്രാക്ടർ. കാരണം പശുവിനെയൊക്കെ കുറച്ചും കൂടെ പൊക്കിക്കൊണ്ട് വരാനുണ്ട്. ഇനി മേടിക്കണം. കാരണം നമുക്ക് പാല് കുറവാണ് പശുവിന്. ഇച്ചിരി അകിടുള്ള പശുവിനെയൊക്കെ മേടിക്കുന്ന നമ്മൾ പോവാണ് കേസ്. അപ്പോൾ നമ്മളൊരു കുതിരേനെയും 2 പശുക്കളെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കൂടെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേസ്. അപ്പോൾ ആ ടൈമിൽ ഇവിടെ എന്തോ സംഭവത്തിനെ ഞാൻ കാണുന്നു. ഇല്ല കേസ്. എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൊമാറ്റോയും ക്യാരറ്റും സംഭവങ്ങളൊക്കെ. ഇതാണ് കേസ് നമ്മുടെ ഇവിടെ എനിക്ക് തോന്നിയതല്ല ഗെയ്സ്. ഗെയ്സ് ഇവിടെ എന്തോ വലിയ സാധനങ്ങൾ, വലിയ വേമോ. ഇത് വേമല്ലടാ. സ്വപ്നത്തിൽ കണ്ടോളൊരു വേം ഗെയ്സ്. എന്തിനിവിടെ വന്ന് ഈ വേം എന്തിനാണ് ഗെയ്സ് ഇവിടെ വരുന്നത്? എന്താ വല്ല ക്യാരറ്റും കഴിക്കാനായിരിക്കും ഗെയ്സ്. അല്ലെങ്കിൽ ഈ വേം നമ്മളെ കൊല്ലത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ പേടിക്കണം. നമുക്ക് ഏതെങ്കിലും കിടന്ന് ഉറങ്ങാം ഗെയ്സ്. നാളെ കാണാം. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നേ. എന്തുവാടെ? ഓ മൈ ഗോഡ് ഗെയ്സ്. ഇതെന്തുവാണ് ഗെയ്സ്? വേം ഇത്രയും വലുതായോ? ഓ മൈ ഗോഡ്, എന്നെ കൊല്ലുമെന്ന് തോന്നുന്നു.